ഞാനും അമ്മയും ഏച്ചിയിലും കൂടിയിട്ട് ഒന്ന് വൈകുന്നേരം ആയപ്പം ടൗണിലേക്കെല്ലാം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പം ഇറങ്ങി നമ്മൾ ബസ് ഇറങ്ങി നടക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെയുള്ള വ്യൂ ഉണ്ടാകുന്നത്. അതായത് ഇങ്ങനെ പെയിൻറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ അവരത് സെയിൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ അവിടുന്ന് നമ്മൾ ഇരുന്നാൽ അവർ വരച്ചു തരും. ഓരോ സ്കെച്ചിൻ്റെ റേറ്റും ഓരോന്നാണ്. അതായത് ഓരോ ചിത്രത്തിന് ഓരോ റേറ്റാണ് വരുന്നത്. നമ്മളെ വരക്കുന്നത് തന്നെ സ്റ്റാർട്ടിങ് എനിക്കൊന്ന് 100 രൂപ അങ്ങനെ അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു ജസ്റ്റ് ഒരു ഡ്രോ ചെയ്ത് തരുന്നതിന്. പിന്നെ അങ്ങനെ വലിയ വലിയ ഇതിന് 1500 അങ്ങനെ റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം നോക്കി ഇനി നമ്മൾ നേരെ നടക്കുകയാണ്. നമുക്ക് പിന്നെ കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വൈകുന്നേരം ആകുമ്പം ഇവിടെ അധികം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവില്ല. അധികം ഈ ഒരു സ്ഥലത്ത് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടാവില്ലേ. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം നമ്മളുടെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് ഫ്ലോറ ഫൗണ്ടനാണ്. ഈ ഫ്ലോറ അതായത് റോമൻ ഗോഡസിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിനി അവിടെ എത്തി. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കുറച്ച് തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഓഫീസ് വിട്ട് പോകുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫോട്ടോ എല്ലാം എടുക്കണം. അങ്ങനെ നമ്മളവിടുന്ന് ഫോട്ടോ എല്ലാം എടുത്തു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ മെയിനായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളാണ് കാണല്. അപ്പോൾ അതെല്ലാം അതവിടുന്ന് കുടിച്ചു. നെക്സ്റ്റ് നമ്മൾ ചർച്ച് കയറ്റെടുത്തെത്തിയിട്ടുണ്ട്. ഇനി നേരെ മറൈനിലേക്ക് നടക്കുകയാണ്. അവിടെ തന്നെ നടന്നു, ഒന്നും നോക്കിയില്ല, അങ്ങനെ നടന്നു. മറൈനിലെത്തുമ്പോഴത്തേക്ക് ഒടുക്കത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക്. ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെ നടക്കില്ല ബ്ലോക്ക്. ഈ ട്രാഫിക് അടക്കാൻ തന്നെയാണ് വലിയൊരു പണിയുണ്ടായിനി. കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു നല്ല ഗെയിം കളിക്കുന്ന പോലെ എനിക്ക് തോന്നിന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ട്രാഫിക് തന്നെ. അപ്പോൾ നമ്മളത് മറൈനിലെത്തുമ്പോഴത്തേക്ക് ഒന്നും പറയണ്ട, തിരക്കിൻ്റെ അങ്ങേ അറ്റെന്ന് വേണമെങ്കിൽ പറയാം. ഇരിക്കാൻ പോലും ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ കിട്ടിയ സ്ഥലത്തിൽ അമ്മ ഏച്ചിയിൽ ഇരുന്നിട്ടുണ്ട്. ഇരുന്നത് കറക്റ്റായിട്ട് അമ്പാനീൻ്റെ വീടാണെങ്കിൽ പറ്റും. അപ്പോൾ ഇനി നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ബസ്സിൽ കയറി പോവേന്ന്. ബസ്സിലെത്തുമ്പോൾ അതിലും തിരക്ക് തന്നെ, ഒന്നും പറയണ്ട. ഇന്നത്തെ ദിവസം ഒരു തിരക്ക് പിടിച്ച ദിവസമായിപ്പോയി. അപ്പം നമ്മൾ പോവേന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.